ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ശിശു വികാസം എന്ന് പറയുന്ന BEdൻ്റെയും അതുപോലെ DLEdൻ്റെയും സൈക്കോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ശിശു വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വികാസം, അതുപോലെ ശിശുവിൻ്റെ വളർച്ച, ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ പ്രതിനിധീകരിക്കാൻ വളർച്ച, വികാസം എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മനുഷ്യൻ്റെ ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഈ ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ ശരീരത്തിൻ്റെ നീളം വെക്കുക, അതുപോലെ നമ്മൾ വെയിറ്റ് കൂടുക, വണ്ണം വെക്കുക, ഇതിനൊക്കെയാണ് എന്താ പറയുക ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി വളരുക, അതുപോലെ നമ്മളെ വൈകാരികമായിട്ടുള്ള വളർച്ച, ഇതൊക്കെ. അതുപോലെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള വളർച്ച, ഇതിനൊക്കെയാണ് എന്താ പറയുക മാനസികപരമായ വളർച്ച. അപ്പോൾ ഇതിനൊക്കെ ഈ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ള മാറ്റങ്ങളെ പ്രതിനിധീകരിക്കുക. അപ്പോൾ ശാരീരികപരമായിട്ടുള്ളതാണ് എന്ത് വളർച്ച എന്ന് പറയുന്നത്, മാനസികപരമായിട്ടുള്ളതാണ് എന്ത് വികാസം എന്ന് പറയുന്നത്. ഉയരം കൂടുക, ഭാരം വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാണാൻ കഴിയുന്ന ശാരീരിക മാറ്റത്തെയാണ് എന്ത് പറയുക വളർച്ച എന്ന് പറയുക. ഉയരം കൂടുക, ഭാരം വർദ്ധിക്കുക, ഇങ്ങനെയുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മാറ്റത്തെയാണ് എന്ത് പറയുക ശാരീരിക മാറ്റം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളുകളാണ് അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ് മാംസപേശികളുടെ വളർച്ച, അസ്ഥികളുടെ വളർച്ച എന്നൊക്കെ പറയുന്നത്. അതുപോലെ ജൈവകോശങ്ങളുടെ വർധനവിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നത്. നമ്മളെ കോശങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മളിതിലുള്ള വളർച്ച ഉണ്ടാവുന്നത്. വളർച്ച എങ്ങനെയാണ്, വളർച്ച ഒരു ക്രമമായിട്ടാണ്, ക്രമാനുസൃതമാണ് വളർച്ച, ക്രമമായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു ക്രമമുണ്ട്. കാരണം എന്താ, നമുക്കറിയാം നമ്മളെ കുട്ടികളുടെ ശരീരമൊക്കെ ഉറക്കുന്നത് അല്ലേ, കഴുത്തുറക്കുന്നത് എങ്ങനെ ഉറക്കുന്നത്, ചെറിയ കുട്ടികളുടെ കഴുത്തുറച്ചതിന് ശേഷം ഓരോരോ താഴേക്ക് അല്ലേ, തലേന്ന് കാല് തൊട്ടിട്ടാണ് വളർച്ച നടക്കുന്നത് അല്ലേ, സംഭവിക്കുന്നത്. അതുപോലെ വളർച്ച എന്ന് പറഞ്ഞാൽ ബാഹ്യമായ മാറ്റം, നമുക്ക് ബാഹ്യമായിട്ട് പുറത്ത് കാണാൻ പറ്റുന്ന, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക വളർച്ച എന്ന് പറയുന്നത്. വളർച്ചയ്ക്ക് എന്തുണ്ട്, ഒരു പരിധിയുണ്ട്. കുറേ കഴിഞ്ഞാൽ വളർച്ച നിൽക്കും. നമ്മൾ പറയും എന്ത് വളർച്ചയുടെ പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും നമ്മളെ അമ്മമാരൊക്കെ അല്ലേ. അപ്പോൾ വളർച്ച കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിൽക്കുന്നതാണ്. വളർച്ചയുടെ പരിധിയെയാണ് എന്ത് പറയുന്നത് പരിപക്വത അഥവാ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. പക്വത അല്ലെങ്കിൽ മെച്ചുറേഷൻ എന്ന് പറയും. അപ്പോൾ ഈ മെച്ചുറേഷനോട് കൂടി എന്ത് ചെയ്യും, നമ്മളെ വളർച്ച അവിടെ അവസാനിക്കും. വളർച്ചയുടെ നിരക്ക് അവസാനിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മെച്ചുറേഷൻ എത്തുമ്പോൾ, അഥവാ നമുക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ. താങ്ക് യു.